എന്തായാലും നമ്മളോടൊപ്പം അടുത്തൊരു കലാകാരി വന്ന് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്താ പേര്? ശ്രുതി. ശ്രുതി എന്താ ഐറ്റത്തിലാ പങ്കെടുത്തത്? വീണ്ടും ഒരു ഗാനാലാപനം. ഗാനാലാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ലളിതഗാനമാണോ ഉദ്ദേശിക്കുന്നത്? ലളിതഗാനം, സംസ്കൃത ലളിതഗാനം. അപ്പൊ മനസ്സിലാക്കാൻ ഇത്തിരി പാടുണ്ടാവും, പക്ഷെ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നമുക്കതൊന്ന് കേൾക്കാം. മേ ജന്മ പുണ്യം പ്രേമാനുകൂലം തേ മന്ദഹാസ ശരോപേദ ചിത്തം മൃദുലേ ഹൃദയം സതതം തവ പദരമിതം നയനം രൂപം തവ കില ശ്വസിതം മാമകരാധേ. ശരിക്കും എനിക്ക് സാധാരണ നമ്മുടെ ലൈറ്റ് മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് തോന്നിയത്, അല്ലേ? സംസ്കൃതമാണെന്ന് ഫീൽ ചെയ്തില്ല. അതെ. ഇത് പഠിക്കാൻ മോൾക്ക് വളരെ ഈസിയാണ്. ഇത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പഠിക്കുന്നതാണോ അതോ മത്സരത്തിൽ പങ്കെടുക്കാം? ഞാൻ 5ാം ക്ലാസ് തൊട്ട് സംസ്കൃത ഗാനാലാപനത്തിൽ പോകുന്നു. വേറെ സംഗീതം പഠിക്കുന്നുണ്ടോ? അതെ, ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ക്ലാസ്സിലൊന്നും പോലില്ല. ക്ലാസ്സിൽ പോകാതെ എങ്ങനെ പഠിക്കുന്നത്? നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് ആരെങ്കിലും അയച്ചു തരും? അല്ല, വല്ല കാലത്തും ക്ലാസ്സിൽ. അല്ല, നമ്മൾ ഈ സ്വരങ്ങള്, വർണ്ണങ്ങള്, രാഗങ്ങളൊക്കെ പഠിക്കണ്ടേ? അല്ലേ? കുട്ടി വളരെ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ്. അതായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു സ്നേഹാദരം നൽകുവാണ്. ഡോക്ടർ റാണി മേനോൻ ഐ വിഷന്റെ നല്ലൊരു സമ്മാനം നമുക്ക് സമ്മാനിക്കാം. താങ്ക് യു സോ മച്ച്.